പെൺകുട്ടികളുടെ ഇടയിൽ വ്യാപിച്ചൊരു ദുസ്വഭാവമുണ്ട്. ഞാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് പുതിയാപ്പള വേണ്ട, ഞാൻ ജോലിക്ക് നല്ല ജോലി കിട്ടിയിട്ട് മതി. പക്ഷേ പെൺകുട്ടികൾക്കൊരു ചില സമയങ്ങളുണ്ട്. ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവരുടേതായ ഭംഗിയും സീനത്തുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല. അവൾ തന്നെ വിരലുകൾ കടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു വേള എത്തുന്ന ഗതികേട് അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്തോ ഒരു പെൺകുട്ടി പെറ്റുമ്മയോട് ഉമ്മയോട് പറഞ്ഞു, ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. ഉടനെ തന്നെ 18 വയസ്സ് തികഞ്ഞിട്ട് പോരെ, കെട്ടിച്ചാൽ പോരെ, ഞാൻ ചാടിപ്പോകും. എത്ര പെട്ടെന്നാന്നറിയോ? ഉമ്മാന്റെ മുഖത്തോക്കിയിട്ടൊക്കെ അങ്ങ് പറയാ. കൊല്ലം ജില്ലയിലും ചാടിപ്പോക്ക് വരുന്നുണ്ട് എന്നാണ് കേട്ടത്, അല്ല വന്നിട്ടുണ്ട് എന്നാ കേട്ടത്. കൊല്ലം ജില്ലയിൽ മൂടി വെച്ചത് കൊണ്ടായില്ലല്ല, നമ്മൾ തമ്മിലല്ലേ. കൊല്ലം ജില്ലയിൽ ചാടിപ്പോക്കുകളും ചാടിച്ചു കൊണ്ടുവരുന്നതും രണ്ടും വ്യാപിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ചാടിപ്പോക്കാണ് കൂടുതലെന്ന് കേൾക്കുന്നു. ചാടിപ്പോക്കുകൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കോട്ടൂർ ഉസ്താദിനെപ്പോലുള്ള ആളുകൾ പറയുന്നത്, വയതിലൊക്കെ തമാശ പറയാറുണ്ട്, അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ അസ്രാഈലിന്റെ വരവും ഓട്ടോറിക്ഷയുടെ തിരിക്കലപ്പടാ പറയാൻ പറ്റൂല. പഴയ ഉസ്താദുമാരുടെ വാക്കുകളാ. ഓട്ടോറിക്ഷ ഡ്രൈവർമാര് വെറുക്കരുതട്ടാ, എന്നാലും നിങ്ങളെ കടുപ്പുള്ള തിരിക്കല് അതും ശ്രദ്ധിച്ചാളി. എന്ത് കടുപ്പാന്നറിയാം. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാര് കണ്ണുചോരല്ലാത്തൊരു തിരിക്കലുണ്ട്. അവർക്ക് കണ്ണുചോരല്ലാന്ന മലപ്പുറത്തൊക്കെ പറയാറുള്ളത്. എന്നാൽ ഇന്ന് ഉസ്താദുമാരൊക്കെ പറയുന്നത് അസ്രാഈലിന്റെ വരവും പെൺകുട്ടികളുടെ ചാടിപ്പോക്കും എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, എന്നെ കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ചാടിപ്പോകുമെന്ന് പറഞ്ഞു. മാതാപിതാക്കൾ ആ പെൺകുട്ടിയെ 18 തികയുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു വിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പെണ്ണ് പറയാണത്രേ, എനിക്കവനെ വേണ്ട. കുട്ടിക്കളി ഏതൊക്കെ ലക്ഷങ്ങൾ മുടക്കി കല്യാണം നടത്തിയിട്ട് ഒരു ഉപ്പ കേൾക്കത്തക്ക വിധത്തിൽ എനിക്കവനെ വേണ്ടെന്ന് പറഞ്ഞ വാപ്പ മനസ്സ് പൊട്ടൂലേ? ഉപ്പ ദേഷ്യം പിടിച്ച് അവളെന്തോ പറഞ്ഞു പത്രേ. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പ്രായം തികയാതെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്നെ കല്യാണം കഴിച്ചു വിട്ടു എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങളെ പച്ചപ്പാവങ്ങൾ 20 കൊല്ലത്തെ തടവ് ശിക്ഷയിലാണ്. ഒരു പെൺകുട്ടിയുടെ ഒരൊറ്റ ഫോൺ കോൾ കാരണമായി മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കുന്ന വേദന എത്രയാണ്. നാളെ കല്യാണമാണ് എങ്കിൽ, ഞായറാഴ്ച ദിവസം കല്യാണം നടക്കുന്നുവെങ്കിൽ, ശനിയാഴ്ച രാത്രി 8:30 മണിക്കൊരു പെൺകുട്ടി വാപ്പ കൊണ്ടുവന്ന സ്വർണം മുഴുവനും എടുത്തിട്ട് ഏതോ ഒരു തറവാട്ടിന് നിറക്കാത്തൊരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോയി, എത്ര ചാടിപ്പോയി. കല്യാണം നാളെ നടക്കുന്നുവെങ്കിൽ ആരോട് പറയും പിതാക്കളെ? തമാശ പറയുന്നതല്ല, ഉദാഹരണമല്ല. ആ കല്യാണം നടത്തുന്ന ഹാജിയാരെ പരിചയമുള്ളവരും ആ കല്യാണത്തിൽ പങ്കെടുത്തവരുമാണ് ഈ വിനീതൻ. ഞാൻ പറയുന്നത്, പിറ്റത്തെ ദിവസം കല്യാണവേളയിൽ ആളുകളൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉപ്പാക്ക് എത്രയായിരിക്കും? വാപ്പയുടെ വേദന. പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, അത്രേ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം കാണാം. ഉസ്താദെ, ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് നിക്കാഹിന് കൈ കൊടുക്കുമ്പോ ഞാൻ എങ്ങനെയാ കൈ കൊടുക്കുക എന്ന് ഈ നാടൻ ഹാജി ചോദിക്കുമ്പോൾ ഉസ്താദ് സമാധാനിപ്പിച്ചു. അന്ന് ഉച്ചയാകുമ്പോഴേക്കും, ഉച്ച കഴിയുമ്പോഴേക്കും ഈ സാധുവായ വാപ്പ ലോകത്തോട് വിട പറയുകയാണ്. കാരണം ജീവിതമാണല്ലോ സഹോദരങ്ങളെ. നൂറുകണക്കിന് ആളുകൾ വീട്ടിന്റെ പരിസരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വന്തം മകൾ പുതുപ്പെണ്ണായി ഇറങ്ങേണ്ടുന്ന പൊന്നുമോൾ ചാടിപ്പോയി എന്ന് കേട്ടാൽ വേദനിക്കാതിരിക്കോ മാതാപിതാക്കൾ? മാതാപിതാക്കളുടെ കൽബ് പൊട്ടാതിരിക്കുമോ? ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പല രൂപത്തിലും ചാടിപ്പോക്കുകളും അതുപോലെ തന്നെ ചാടിച്ചു കൊണ്ടുവരുന്ന അവസ്ഥകളും ഇതെല്ലാം വ്യാപിക്കുമ്പോഴും കള്ളു കുടിച്ച് നടക്കുന്ന ഈമാനിന്റെ പ്രബലപിച്ച കുട്ടികൾ, ഒരു പിടി കള്ളു കുടിക്കുന്നവൻ ഒരു പിടി ഭക്ഷണം കൊടുക്കുന്ന ആ മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ദീൻ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്കുള്ള ചിന്തിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി ഭാഗത്തുള്ള മുസ്ലിമീങ്ങളെ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന
കഞ്ചാവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, കള്ളിനടിമപ്പെട്ട് നടക്കുന്നവരെ കൂട്ടുകാരാക്കരുതേ, അവരോട് സഹവസിക്കരുതേ. ഒമൻ അഖറലഹു ഖർളാ, കടം കൊടുത്തു പോലും സഹായിക്കാൻ മുന്നിട്ടിറങ്ങരുത് കേട്ടോ. ഹശറഹുല്ലാ യൗമൽ ഖിയാമത്തി അഅ്മാ, അല്ലാഹു ഒരു പിടി ഭക്ഷണം കൊടുത്തവനെ, കടം കൊടുത്തവനെ, കൂട്ടുകാരനാക്കി വെച്ചവനെ കുരുടനാക്കി കൊണ്ടുവരും. വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. ഖാല റബ്ബി ലിമ ഹശറതനി അഅ്മാ യാ റബ്ബൽ ആലമീൻ, എന്താണ് റബ്ബേ എന്നെ കുരുടനാക്കിയത്? എടോ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ ഫകദാലികൽ യൗമ തുൻസാ. സത്യവാൻ, ദീനിന്റെ വെളിച്ചം നിന്റെ അരികിലെത്തിയപ്പോൾ അത് നീ കെടുത്തിക്കളഞ്ഞില്ലേ? ഇന്ന് നിന്റെ വെളിച്ചവും ഞാനും കെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്ന കാഴ്ചകൾ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ നോക്കു സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് കുടിച്ചു മതിക്കുന്ന 16-17 വയസ്സുള്ള നല്ല നല്ല ഹാജിമാരുടെ, ഹജ്ജമ്മമാരുടെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ട് 17 വയസ്സുള്ള പെൺകുട്ടികൾ, ആൺകുട്ടികളും ലഹരികൾക്കടിമപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു, വായിക്കുന്നു, മനസ്സ് പൊട്ടുന്നു, മാതാപിതാക്കൾ കണ്ണീരൊടുക്കുന്നു. ഈമാനിന്റെ പ്രഭ ലഭിക്കുന്ന കുട്ടികളാണ്, മുസ്ലിം ഉമ്മത്തിലെ മക്കളാണ്. ഇവിടെയാണ് മാതാപിതാക്കളോടൊപ്പം മഹാന്മാര് പറയുന്നത്, അല്ലയോ പിതാക്കളെ, തമസ്സക് ബിൽ നബിയ്യി വകുല്ലു ശഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൽ നബിയ്യി. റസൂലുള്ളാഹിനെ പിടിച്ചാൽ എല്ലാം മഞ്ഞ് പോലെയായി തീരും. നബിത്തങ്ങളെ പിടിച്ചാൽ കുട്ടികളെ കൊണ്ട് നമ്മുടെ മക്കൾ, ആ മക്കൾക്ക് നല്ലൊരു ഭാവി അല്ലാഹു കൊടുക്കും. ഭാര്യയിലൂടെ നല്ല ബറക്കത്തായിരിക്കും, ദാമ്പത്യ ജീവിതം നല്ല സന്തോഷകരമായിരിക്കും. ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും മഞ്ഞ് പോലെയായി തീരുമെന്ന്, ഏത് വലിയ പ്രശ്നങ്ങളും അത് അല്ലാഹു തട്ടിക്കളയുമെന്ന് മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ, എന്റെ അനുജാ, ശബ്ദം കേൾക്കുന്ന പെങ്ങളോട് 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികക്കാൻ അറിയാത്തവനല്ല ഞാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നു, നമുക്ക് ഹബീബായ നബിത്തങ്ങളെ, ഇത് മഹ്ദറത്തുൽ മജ്ലിസിന്റെ ഒരു വാർഷികം കൂടിയാണ്. ഞാൻ ഈ സദസ്സരോട് പറയട്ടെ, എന്തുകൊണ്ട് മദീന പൂന്തോപ്പിൽ കിടന്നിട്ട് ഈ മജ്ലിസ് വീക്ഷിക്കുന്ന, ഈ മജ്ലിസ് കാണുന്ന ത്വാഹ റസൂലുള്ളാഹി ആ നബിത്തങ്ങളെ എന്തുകൊണ്ട് പിടിച്ചുകൂടാ? ലൗ അന്ന സമാവാതി സബ്അ വൽ അർളീൻ, 7 ആകാശവും 7 ഭൂമികളും അതിലെ മുഴുവൻ വസ്തുക്കളും ഫീ കഫത്തിൽ മീസാൻ, ഒരു തുലാസിൽ അങ്ങ് വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തുലാസിലും അങ്ങ് വെക്കുന്നുവെങ്കിൽ ലസഖലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മറ്റൊരു തട്ടിലും അങ്ങ് വെച്ചാൽ ഏറ്റവും ഘനമുള്ളത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഓ മുസ്ലിമീങ്ങളെ, ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ആർക്കാണ് ഈമാനിന്റെ, ദീനിന്റെ, ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കുന്നത്? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച നാവുകൊണ്ട് വെളിവാക്കി പറയാതെ ഈമാനിന്റെ പ്രഭ ലഭിക്കുകയില്ല. ഇത് ഹക്കല്ലേ സഹോദരങ്ങളെ? റസൂലുള്ളാഹിനെ പറഞ്ഞാലും പോരാ, മനസ്സിൽ ഉറപ്പിച്ച നാവുകൊണ്ട് വെളിവാക്കി പറയണം. എന്നാലേ ഒരു കുട്ടിക്ക് ഈമാൻ ലഭിക്കൂ, എന്നാലേ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയൂ, ഈമാനിന്റെ പ്രഭ ലഭിക്കുകയുള്ളൂ. ഇതല്ലേ ദീൻ പഠിപ്പിച്ചത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ കുട്ടികൾ കസാല, മക്കളെ എല്ലാ കസാലും ഇരിക്കാൻ പറയും, ഇങ്ങോട്ടിരുത്തി. നിങ്ങൾ എന്ത് ചോട്ട കുട്ടികൾ,
നിങ്ങൾക്ക് ഈ 2 പെൺകുട്ടികളെ കിട്ടാൻ തോർക്കുന്നുണ്ട്, എന്നാലും വേണ്ടില്ല മക്കളെ. ഉള്ള കസാലൊന്നും ഇരുത്തി എല്ലാവരും ഇത് അവരും അത് വേറെ കസാലാണ്. ലൗ അന്ന സമാവാതി സബ്അ വൽ അർളീൻ, 7 ആകാശവും 7 ഭൂമികളും മുതല മുഴുവൻ വസ്തുക്കളും ഒരു തട്ടിലും തൗഹീദിന്റെ കലിമ മറ്റൊരു തട്ടിലും വെച്ചാൽ ഏറ്റവും പവറുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന നിമിഷം ആ കലിമ ചൊല്ലാൻ കഴിഞ്ഞാൽ ദഖലൽ ജന്ന. ഇത് തർക്കമില്ലാത്ത ഉമ്മത്താണ്. എന്നാൽ ആ കലിമ ചൊല്ലിയിട്ട് മാത്രം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തർക്കമില്ല പിതാക്കളെ. ആ നബിത്തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്തായ അഷ്റഫുൽ ഖൽഖ് തങ്ങളെ വഅദ് പറയുന്ന ഞാനാവട്ടെ കേൾക്കുന്ന നിങ്ങളാവട്ടെ നമുക്ക് നബിത്തങ്ങളെ ഖൽബിലൊന്ന് ഇറക്കി വെച്ചുകൂടെ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലും എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി. തീർച്ച എന്റെ നിസ്കാരം, എന്റെ നോമ്പ് പോകട്ടെ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ പടച്ച റബ്ബിനാണ്. ഇത് പറയാത്തൊരു മുസ്ലിം ഇല്ല. എല്ലാം അല്ലാഹുവിനാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അൻത റബ്ബുൽ ആലമീൻ, അൻത അക്രമുൽ അക്രമീൻ, അൻത അർഹമുർ റഹീമീൻ. ഇതേതൊരു മുസ്ലിമാണ് പറയാത്തത്? എന്നാൽ എന്റെ അനുജാ, ആ ഫർളാക്കപ്പെട്ട മുഴുവൻ നിസ്കാരങ്ങളിലും 5 വഖത്ത് ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഇത് പറയൽ നിർബന്ധമാണ്. ഇത് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം അസ്ഥാനത്താകുന്നു, നമ്മുടെ നിസ്കാരം ബാത്തുലാണ്. നബി തങ്ങളെ അസ്സലാമു അലൈക എന്ന് ആ മദീന പൂന്തോപ്പിൽ കിടക്കുന്ന മുത്ത് നബി തങ്ങളെ ഖിതാബിട്ടുകൊണ്ട് അസ്സലാമു അലൈക എന്ന് പറയാത്ത ഒരൊറ്റ മനുഷ്യന്റെ നിസ്കാരവും അത് പരിപൂർണമാവില്ലല്ലോ. നേരെ മറിച്ച് റസൂലുള്ള അല്ലാത്ത ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ അസ്സലാമു അലൈക എന്ന് നിസ്കാരത്തിൽ പ്രയോഗിച്ചാൽ, കാരവന്മാരെ ഖിതാബിട്ടുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തുലാണ്. പൊന്നു ഉപ്പയെ, സാധുവായ വാപ്പയെ, അസ്സലാമു അലൈക എന്ന് നമ്മുടെ നിസ്കാരത്തിൽ പറഞ്ഞു പോയാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. നമ്മുടെ ഉമ്മയെ കുറിച്ച് അസ്സലാമു അലൈക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലാണ്. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. ഈ നബി തങ്ങളെ പാവപ്പെട്ട നമ്മുടെ ഖൽബിൽ ഇറക്കി വെക്കണോ, സൂക്ഷിക്കണോ, ഒരോർമ്മ വേണോ, മദീനയുമായുള്ളൊരു അടുപ്പം ഉണ്ടാക്കണോ എന്ന് നമ്മൾ മനസ്സാട്ടോട് ചോദിക്കുക. ഞാനൊന്നും കൂടെ സൂചിപ്പിക്കുന്നു, ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വിളിക്കുന്നുവെങ്കിൽ, ളുഹ്ർ നിസ്കരിക്കുന്ന, മഗ്രിബ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ എങ്ങാനും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നടന്നുപോയാൽ കുഴപ്പമില്ല, ഖിബ്ല തെറ്റിയാൽ വിരോധമില്ല, 3 ചലനമുണ്ടായാലും പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാലോ വാപ്പ വിളിച്ചാലോ ഉത്തരം കൊടുക്കാൻ പാടില്ല. സഹോദരങ്ങളെ, മാതാപിതാക്കൾ മുഖത്തൊരു നോട്ടം നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞ ആ മാതാപിതാക്കൾ, അവര് വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആരാണ് മുസൽമാൻ? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ. മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്ന ചർച്ച അത് സുന്നത്ത് നിസ്കാരത്തിലാണ്.
അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഫർദ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ മാതാപിതാക്കൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. റസൂലുള്ള വിളിച്ചാലോ ഉത്തരം കൊടുക്കൽ നിർബന്ധവുമാണ്. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. ഈ നബി തങ്ങളെ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. നോക്കൂ നിങ്ങൾ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധം. മാതാപിതാക്കൾ പോലും വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. കൊടുക്കണമെന്ന ചർച്ചകളൊക്കെ സുന്നത്ത് നിസ്കാരത്തിലാണ്. ഇത് മഹാന്മാരെ പഠിപ്പിച്ചുവെങ്കിൽ ആ നബി തങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്, അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്. ആ നബി തങ്ങളെ നമ്മുടെ കൽബിൽ ഇറക്കി വെക്കാൻ അതാണ് അസ്ഹാബുൽ ബദർ കാണിച്ചത്. മഹ്ദറ നമ്മൾ ചൊല്ലുന്നവരാണ്, അസ്മാഉൽ ബദർ ചൊല്ലുന്നവരാണ്. പക്ഷേ ഞാൻ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഈ അസ്മാഉൽ ബദർ ചൊല്ലുന്ന നമ്മൾ ചെല്ലുമ്പോൾ ബദരീകൾ എന്ന് പറയുന്നത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ ഇറക്കി വെച്ചവരാണ്. അവർ കൽബിൽ ഇറക്കി വെച്ച മഹത്തുക്കളാണ്. എങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇത് ഇന്ന് വളരെ മലീമസമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഞാൻ എന്തിനാണ് ആമുഖത്തിൽ ഈ രൂപത്തിലും അവസ്ഥയിലും പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വിഷമം നമുക്ക് ധാരാളമുണ്ട് പറയാൻ. പക്ഷേ റഹ്മത്തുൽ ലിൽ ആലം അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എങ്കിൽ അത് നമ്മുടെ കൽബിൽ നിന്ന് അവിടുന്ന് എടുക്കപ്പെടുമ്പോൾ മാറ്റപ്പെടുമ്പോൾ പിന്നെ ജീവിതം കുടിസായി തീരും. കുട്ടികളെ കൊണ്ട് സന്തോഷമില്ലാതെ വരും. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കൾ തന്നെയാണ്, നമ്മുടെ കുട്ടികളാണ്. അതിൽ തർക്കമൊന്നുമില്ല, അതിൽ തർക്കിച്ചിട്ട് കാര്യവുമില്ല. വീടുകളുണ്ട്, പറമ്പുകളുണ്ട്, എല്ലാം. ഈ വഅദ് പറയുന്ന മുസ്ലിയാർ ഞാനും ഒരു വാപ്പയാണ്. എനിക്ക് അല്ലാഹു മക്കളെ തന്നിട്ടുണ്ട്. എന്റെ വീടും എന്റെ കാശും എന്റെ പറമ്പും എന്റെ മക്കളും ഒന്ന് ഓർത്തു നോക്കിയാൽ മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും. മക്കളാണ് നമ്മുടെ എല്ലാം. അല്ലാഹു ഭൂമിയിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. മാതാപിതാക്കളെ കണക്കും കയ്യുമില്ല എന്ന് മലപ്പുറത്തൊക്കെ പറയും. കണക്കും കയ്യുമില്ല, അതിർത്തിയില്ലാത്ത അനുഗ്രഹങ്ങൾ. എത്ര ആളുകളാണ് കണ്ണ് കാണാതെ കരുനാഗപ്പള്ളി അങ്ങാടിയിൽ കൈനീട്ടി നടക്കുന്ന പാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? മാത്രമല്ല 5 തലമുറക്ക് ജീവിക്കാൻ കഴിവുള്ളവർ ഡയാലിസിസ് നടത്തിയിട്ട് ആഴ്ചയിൽ 2-3 ദിവസം ഡയാലിസിസ് നടത്തിയിട്ട് ജീവിതം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നതും ജീവിക്കുന്നതും കണ്ടിട്ടില്ല സഹോദരങ്ങളെ. എല്ലായി കിടക്കുന്ന ക്യാൻസർ പിടിച്ച് എല്ലായി കിടക്കുന്ന പച്ചപ്പാവങ്ങൾ ഇതുകൊണ്ട് നോക്കുമ്പോൾ എത്ര ആളുകളാണ് വർഷങ്ങളായി നെറ്റിത്തടം ഭൂമുഖത്തൊന്നു വെക്കാൻ കഴിയാതെ വർഷങ്ങളായി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇതുകൊണ്ട് നോക്കുമ്പോൾ അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയുണ്ട് പിതാക്കളെ. ഈ വിരലൊന്ന് അനക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ്? എന്നാൽ ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തിൽ വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ് നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ മക്കളാകുന്നു. അല്ലാഹു നമുക്ക് നൽകിയ മക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ ഉടമകൾ. അൽ ബനൂന നിഅമുൽ വൽ ബനാതു ഹസനാത്ത്. മുസ്ലിമീങ്ങളെ, ആൺകുട്ടികൾ അനുഗ്രഹങ്ങളാണ്, പെൺകുട്ടികൾ നന്മകളുമാണ്. പണ്ഡിതന്മാർ എഴുതി വെച്ചത് കണ്ടോ? ആൺകുട്ടികൾ അനുഗ്രഹങ്ങൾ, പെൺകുട്ടികൾ നന്മകളാണ്.
സന്താനങ്ങളുടെ മക്കളുടെ മഹത്വം തിരിയണോ? കല്യാണം കഴിഞ്ഞ 10-20 കൊല്ലമായി ഒരു കുഞ്ഞിന്റെ കാല് കാണാത്ത ദമ്പതികൾ അവരോട് ചോദിക്കേണ്ട സഹോദരങ്ങളെ, അവിടെ മനസ്സ് വായിച്ചാൽ മതി. ഈ കരുനാഗപ്പള്ളി പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു ദമ്പതി, ഒരു മനുഷ്യൻ കല്യാണം കഴിച്ച 10 കൊല്ലമായിട്ട് ആ പാവങ്ങൾക്കൊരു കുഞ്ഞിന് അല്ലാഹു കൊടുത്തില്ലെങ്കിൽ അവരുടെ മനസ്സൊന്ന് വായിച്ചാൽ മതി. രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഒരു പെണ്ണ് കരഞ്ഞു. ഭർത്താവ് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? മദ്രസയിലേക്ക് പോകുന്ന ആ കുട്ടികളെ കണ്ടപ്പോൾ കരച്ചിലങ്ങ് വന്നുപോയതാണ്. മുസൽമാൻ ആ പാവങ്ങളുടെ കണ്ണുനീരും കാണണ്ട, അവിടെ മനസ്സൊന്ന് വായിച്ചാൽ അറിയാം ആരാട് നമ്മുടെ മക്കൾ. സന്താനങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ ഐശ്വര്യവും നമ്മുടെ മക്കളാണ്. ആ മക്കൾ മുസ്ലിയാരാവട്ടെ, തങ്ങളാവട്ടെ, ഹജിയാവട്ടെ, ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അവര് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എല്ലാം പ്രശ്നം തന്നെയായിരിക്കും. നമ്മുടെ മക്കൾ, ആ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ, കണ്ണും കുളിർമ നമുക്കുണ്ടാവണം. എവിടെയാണ് മാതാപിതാക്കളെ? ഇവിടെയാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത് മലബാർ ഭാഗത്ത് ഒരു കുട്ടി ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. 78-80 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മയാണ്. എന്തിനാണ് അടിച്ചതെന്നറിയോ? 78 വയസ്സ് കഴിഞ്ഞ പൊന്നുമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചത്. അവനൊരു വീട് വെച്ചു, മാർബിൾ പതിച്ച പുതിയ വീട്. അവന്റെ ഭാര്യ പറഞ്ഞുപോയി, നിങ്ങൾ എന്താ കുറെ മാർബിൾ പതിച്ച വീടെടുത്തിട്ട് വരാന്തയിൽ പോയി നോക്കൂ, നിങ്ങളുടെ ഉമ്മയതാ മൂത്രമടിച്ച് വീട് വിടക്കാക്കിയിട്ടുണ്ട്. പെണ്ണെന്ന് പറഞ്ഞുപോയി. പെണ്ണിന്റെ വാക്ക് നല്ല രൂപത്തിലേക്കും അത് പറഞ്ഞാൽ കുറച്ച് കടുപ്പമായി പോകും. ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനോട് പറയാ, നിങ്ങളുടെ ഉമ്മയാണ് മൂത്രമൊഴിച്ച് വിടക്കാക്കിയിട്ടുള്ളത്. ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ പൊന്നുമ്മയുടെ ചാരത്ത് ചെന്നിട്ട്, ഉമ്മ ഇതെന്താണ് മൂത്രത്തിലേക്ക് ചൂണ്ടിയിട്ട്, ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ വേദനയോടെ, 78 വയസ്സ് കഴിഞ്ഞ ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ കൊല്ലം ജില്ലയിലെ മക്കളെ, ആ ഉമ്മ മോനോട് പറഞ്ഞു, മോനെ, ഉമ്മ ചുമ കൂടിയപ്പോ അറിയാതെ മൂത്രമൊഴിച്ചു മോനെ. ആ ഉമ്മയുടെ മുഖത്ത് ഈ ചെക്കൻ ആഞ്ഞടിച്ചു. ആ ഉമ്മ കസേരയിൽ നിന്ന് വീണു. എടാ, നിന്റെ കൈ പൊടുക്കടിരിക്കൂല മോനെ. ഞാൻ എന്റെ കുട്ടികളോ പറയുന്നു, മോനെ, നീ ആരുടെ മുഖത്താണ് മോനെ അടിച്ചത്? ആരുടെ മുഖത്താണോ നീ കൈ വെച്ചത്? നിന്റെ കൈ പൊടുക്കടിരിക്കൂല മോനെ. നീ ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല. ആരുടെ മുഖത്താണ് നീ കൈവച്ചത്? വാപ്പയുടെ മുഖത്ത് കൈവച്ചവരുണ്ട്, ഉമ്മയുടെ മുഖത്ത് കൈവെക്കുന്നവരുണ്ട്. നഊദുബില്ല. ഇവിടെയാണ് ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നത്. മലീവസമായ ചുറ്റുപാടിൽ മാതാപിതാക്കളെ ഒരു വാക്കുകൂടെ പറയട്ടെ. അല്ലാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ മക്കൾ തന്നെയാണ്. ആ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ശബ്ദം കേൾക്കുന്ന കൊല്ലം ജില്ലയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ ഒരു വാക്ക് പറയട്ടെ മോനെ. എടുക്കുന്നു പറയുന്നു, ചിലത് ഇവിടെ പറയാനുണ്ട്. പ്രസ്ഥാന കുടുംബം സംഘടിപ്പിച്ചൊരു മജ്‌ലിസ് ആയതുകൊണ്ട് എനിക്ക് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാൻ എന്റെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരു വാക്ക് പറയുന്നു മോനെ. നബി തങ്ങളോട് പഠിപ്പിക്കുന്നത് തീരിന്റെ പടയാളികളെ, എത്ര വലിയ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും, എത്രമാത്രം വലിയ വെടക്ക് ചെയ്താലും, ആ വെടക്ക് ചെയ്ത തെറ്റുകൾക്ക് അല്ലാഹു അതിനുള്ള ശിക്ഷ യുഅഖിറുല്ലാഹു മാ ശാഅ മിൻഹാ ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ ആ ശിക്ഷ ഒരു വേള ആ മനുഷ്യന് നീട്ടിക്കൊടുക്കുന്നതാണ്. ഇല്ല
ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന, മാതാപിതാക്കളുടെ മുഖത്തൊന്ന് കൈവച്ചവൻ, മാതാപിതാക്കളുടെ ഖൽബൊന്ന് പൊട്ടിച്ചവൻ, ആ മനുഷ്യനോ എന്റെ പൊന്നുമക്കളെ ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്. ലോകത്തെത്ര വലിയ വ്യഭിചാരം ചെയ്തു പോയാലും, എത്ര വലിയ കൊല നടത്തിപ്പോയാലും, എത്ര വലിയ കൊള്ളിവെപ്പ് നടത്തിപ്പോയാലും, ചിലപ്പോൾ അല്ലാഹു അവനുള്ള അദാബ് നീട്ടിവെച്ചേക്കാം. ഉമ്മയുടെ മുഖത്ത്, വാപ്പയുടെ മുഖത്തെങ്ങാനും കൈവിരൽ അനക്കിക്കൊണ്ടൊരു വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഫിൽ ഹയാതി ഖബ്ലൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് അല്ലാഹു നിനക്ക് നൽകിയിട്ടേ നിന്നെ റബ്ബ് മരിപ്പിക്കുകയുള്ളൂ, പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരികയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ധാരാളമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ മക്കളാണ്. ആ മക്കളോടാണ് റസൂലുള്ള പറയുന്നത്, എത്ര വലിയ വേണ്ടാത്തരം സംഭവിച്ചാലും ചിലപ്പോൾ ശിക്ഷ നീട്ടിവെക്കും. ഉമ്മയോട് കളിച്ചവനോടിച്ച്, ബാപ്പയോട് കളിച്ചവനോടിച്ച്, മാതാപിതാക്കളോട് കളിച്ചവരെ പഠിപ്പിക്കേണ്ടതുപോലെ അല്ല, കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടേ അവനെ അല്ലാഹു മരിപ്പിക്കൂ. മുഹമ്മദുർ റസൂലുള്ളാഹി. ചൊല്ലു സഹോദരങ്ങളെ, മുഹമ്മദ് മുസ്തഫ ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ.